ഞാൻ നമ്മുടെ പത്തനംതിട്ട റൂട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാവേ. ഇതെന്താ ചേട്ടാ, പച്ചക്കറിയൊക്കെ എന്താ വില? പച്ചക്കറി സവാള 4 കിലോ 100, ബീറ്റ്റൂട്ട് 3 കിലോ 100, ക്യാരറ്റ് 2.5 കിലോ 100, തക്കാളി 3, പയർ 4, ഓക്ക 3, കൊച്ചുള്ളി 2, പച്ചമുളക് 1 കിലോ 30. അപ്പം ഞാൻ വന്നത് ഈ ചേട്ടനോട് പച്ചക്കറി വാങ്ങിക്കാമല്ലോ. പേരെന്തായിരുന്നു? തൗഫീക്ക്. ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ. അല്ലേ വേണ്ട, ഞാൻ പിടിച്ചോളാം. പേര് തൗഫീക്ക് അല്ലേ? അപ്പം ഞാൻ വന്നത് ഇദ്ദേഹത്തോട് പച്ചക്കറി വാങ്ങിക്കാനല്ല. ഞാൻ തന്നെ ഈ ഒരു ബോർഡ് കണ്ടിട്ടാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തോടൊന്ന് ചോദിക്കാൻ പോകണം. ഇതെന്താണ് ഇങ്ങനെ ഈ ഒരു ബോർഡ്? ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമോ? എന്താണ് ആ ഒരു ബോർഡ് ഇങ്ങനൊരു ബോർഡ് കൊടുക്കാം? അതായത് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ പച്ചക്കറി എന്ന് പറഞ്ഞുള്ള ബോർഡ് കൊടുക്കാനുള്ള കാരണം ഇതുപോലെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഞാനും വേറെ 4-5 പേരുണ്ട് കടയിലെ. ഞങ്ങൾ 4-5 പേര് ഇങ്ങനെ, ഞങ്ങൾ 3 പേരെ ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. ഞാൻ, എൻ്റെ കൂട്ടുകാരൻ, വേറെ പുള്ളിക്കാരൻ. അപ്പം ഞങ്ങൾ 3 പേര് ഇങ്ങനെ നിന്നപ്പോൾ ഒരാൾ വന്ന് ഇതുപോലെ പച്ചക്കറി കുറച്ച് മേടിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ ക്യാൻസറാണ്. അപ്പോൾ ഞങ്ങൾ അതിവിടെ കിറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തവർക്ക്. പിന്നെ അതേ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ എന്നിട്ട് ഗോഡൗണിൽ പോയപ്പോൾ അവൻ പറഞ്ഞു ഇന്നപോലെ നമുക്ക് നാളെ ഇതുപോലെ ചെയ്യാമെന്ന്. അപ്പോൾ അതങ്ങനെ വേണ്ടി ഞങ്ങൾ ചെയ്തത്. കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഈ എത്ര പേര് ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ മേടിച്ചായിരുന്നു 2 പേര്. സ്വന്തം കട തന്നെയാണോ? ഞങ്ങളുടെ സ്വന്തം കട. എൻ്റെ അല്ല, ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. അവനാ മുതലാളി ചിറങ്ങ ഷെഫിൻ അവൻ്റെ പേര്. അവനായി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 5-6 സ്റ്റാഫുണ്ട്. ഞാൻ ആസിഫ്, അഷ്റഫ്, അങ്ങനെ പേരെന്ന് പറഞ്ഞാൽ ആസിഫ്, അഷ്റഫ്, പിന്നെ രാജ, അലി. ഇതിൻ്റെ മുതലാളി മെയിനായിട്ട് ഷെഫിനാണ്. ഷെഫിൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാണ് മെയിൻ. അതുപോലെ തന്നെ ഇതിപ്പോൾ എത്ര നാളായി പച്ചക്കറി കച്ചവടം തുടങ്ങിയിട്ട്? ഞങ്ങൾ 3 ലോക്ക്ഡൗൺ കഴിഞ്ഞ അടുത്ത വർഷം തൊട്ട് ഞങ്ങൾ തുടങ്ങിയത്. ഞാനും അവനും വേറെ ആസിഫ് ഞങ്ങൾ 3 പേരാ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഒത്തിരി സ്റ്റാഫായി. നിങ്ങൾ സുഹൃത്തുക്കളാണോ? ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കൾ, എല്ലാം വീട് അടുത്തടുത്ത്. ഇത് വടംവലിയാണ്. റബ്ബർ ബാൻഡ് പത്തനംതിട്ട എന്ന് പറഞ്ഞ ടീമുണ്ട്. ഞങ്ങൾ കപ്പടിക്കാറുണ്ട്. കൊല്ലം ഓവർ വെയിറ്റ് 450 തൂക്കോലി എല്ലാത്തിനും കപ്പടിക്കാം. അതിലും അവനും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ആ ടീമിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കൾ ചേർന്നുണ്ടെങ്കിൽ ഒരു സംരംഭമാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ആശയത്തിലേക്ക് വന്നത് ഞാൻ ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ അത് അതിനെ ബേസ് ചെയ്ത് ഉണ്ടായതുകൊണ്ടാണ് അതിനെ വന്നത്. അപ്പോൾ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എനിക്ക് 22 വയസ്സ്. പഠനം ഞാൻ BBA ഏവിയേഷൻ. പഠനത്തോടൊപ്പം തന്നെയാണ് അത് കഴിഞ്ഞ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഇനി അതിന്റെ കാര്യത്തിനൊക്കെ നിൽക്കുക. വീട് തൊട്ടപ്പുറത്ത് കൊലശ്ശിലപ്പെട്ട ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എപ്പോൾ ഇറങ്ങും? രാവിലെ 9-10 മണിക്കുള്ളിൽ ഞങ്ങൾ ഇവിടെ വരും. വൈകിട്ട് ഈ സാധനം തീരുന്ന എപ്പോഴാണോ അതനുസരിച്ച് ഞങ്ങൾ പോകും. അല്ലെങ്കിൽ സാധനം തീർന്നെങ്കിൽ ഞങ്ങൾ 8 മണിയൊക്കെ ആകുമ്പോൾ പോയേക്കും. 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തരാം. ലൊക്കേഷൻ പത്തനംതിട്ട മൈലപ്പുറ റോഡ്. എപ്പോഴും ഇവിടെ തന്നെ. താങ്കൾ തന്നെ ആയിരിക്കും എപ്പോഴും? ഞാനല്ല, ഞാനും വേറെ പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെ പനിയാ, പുള്ളിക്കാരൻ വന്നില്ല. സവാള എത്ര വെച്ച്? അപ്പോൾ ബ്രോ, അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാകട്ടെ. അപ്പോൾ എല്ലാവരും അന്വേഷിച്ചായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നല്ല രീതിയിൽ കച്ചവടം ചെയ്തു. നല്ല രീതിയിലുള്ള നിങ്ങളുടെ നല്ല മനസ്സിന് ബിഗ് സല്യൂട്ട് കേട്ടോ. നിങ്ങളുടെ ടീമിൻ്റെ നല്ല മനസ്സിന് ബിഗ് സല്യൂട്ട്. ഓക്കെ ബൈ.